മഹാരഥന്മാർ ഏറെയുള്ള മഹാഭാരത കഥയിലെ ഒരേയൊരു പ്രതിനായകൻ. കുന്തിപുത്രനായ ഭീമസേനനെ ബാല്യത്തിൽ തന്നെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചവൻ. മാതാവിന് തുല്യയായ കുന്തിയെയും അവരുടെ മക്കളെയും അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചവൻ. പാണ്ഡവരുടെ പത്നിയായ ദ്രൗപദിയെ രാജസദസ്സിൽ വെച്ച് വിവസ്ത്രയാക്കി അപമാനിച്ചവൻ. ബാലകനായ അഭിമന്യുവിനെ ചതിച്ചു കൊല്ലാൻ ഉത്തരവിട്ടവൻ. ശകുനിയെ കൂട്ടുപിടിച്ച് കള്ളച്ചൂതിലൂടെ പാണ്ഡവരെ ചതിച്ച് കാട്ടിലേക്ക് അയച്ചവൻ. അക്ഷന്തവ്യമായ അപരാധങ്ങൾ ചെയ്തു കൂട്ടിയ അഹങ്കാരിയായ അധർമ്മി ദുര്യോധനൻ. ഇത്ര നേരം പറഞ്ഞതെല്ലാം ദുര്യോധനെക്കുറിച്ച് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യമേ തന്നെ പറയട്ടെ, നിഷ്പക്ഷതയുടെ കപടമുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാഭാരതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഒരാളാണ് ദുര്യോധനൻ. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ലോകം മുഴുവൻ ദുര്യോധനനെ ദുഷിക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. ആ വശമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ദുര്യോധനന്മേൽ ചാർത്തപ്പെടുന്ന അധർമ്മങ്ങളിൽ ഒന്നാണ് ബാല്യകാലത്തിൽ തന്നെ ഭീമനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി എന്നത്. എന്നാൽ പലർക്കും അറിയാത്ത മറ്റൊരു വസ്തുതയുണ്ട്. ബാല്യത്തിൽ തന്നെ അതിശക്തനായിരുന്നു ഭീമൻ. തൻ്റെ കൈക്കരുത്ത് ഭീമൻ എപ്പോഴും പ്രദർശിപ്പിച്ചിരുന്നത് ധൃതരാഷ്ട്രപുത്രന്മാർക്കു നേരെയാണ്. ഭീമൻ്റെ ആക്രമണങ്ങളിൽ നിന്നും വികൃതികളിൽ നിന്നും ഓടി ഒളിക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. തൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭീമനോട് ജ്യേഷ്ഠനായ ദുര്യോധനന് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. അതിൽ ഒരു തരത്തിലും ദുര്യോധനനെ കുറ്റം പറയാൻ കഴിയില്ല. അത്രമാത്രം ഭീമൻ അവരെ ഉപദ്രവിച്ചിരുന്നു. അതിരുവിട്ട ഭീമൻ്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതായപ്പോഴാണ് മാതുലനായ ശകുനിയുടെ നിർദ്ദേശപ്രകാരം ഭീമന് വിഷം നൽകാൻ ദുര്യോധനൻ തയ്യാറാകുന്നത്. അന്ധനായ തൻ്റെ പിതാവിനെ ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു ദുര്യോധനൻ. സകലവിധ സൗകര്യങ്ങളോടും ജീവിച്ചവൻ, തൻ്റെ പിതാവിൻ്റെ പ്രിയപുത്രൻ. കുരുവംശത്തിൻ്റെ ഭാവി രാജാവാകേണ്ടത് യഥാർത്ഥത്തിൽ ദുര്യോധനൻ തന്നെയാണ്. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചിരുന്ന രാജകുമാരൻ ദുര്യോധനൻ ഒരു നാൾ താൻ ഹസ്തിനപുര സാമ്രാജ്യത്തിൻ്റെ രാജാവാകുമെന്ന് ചെറുപ്പം മുതലൊക്കെ ഉറച്ചു വിശ്വസിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് പാണ്ഡുവിൻ്റേതല്ലാത്ത മക്കളെയും കൊണ്ട് കുന്തി സ്വന്തം രാജ്യത്തേക്ക് പോലും പോകാതെ ഹസ്തിനപുരിയിലേക്ക് വരുന്നത്. ദുര്യോധനൻ എന്നല്ല, ഈ ലോകത്ത് ഇത്തരമൊന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇല്ലാത്ത അധികാരവും അവകാശവും നമ്മൾ വരുന്നവർക്ക് കൊടുക്കുമോ? ഒന്ന് ചിന്തിച്ചാൽ ദുര്യോധനനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. പഞ്ചപാണ്ഡവർ യഥാർത്ഥത്തിൽ പാണ്ഡുപുത്രന്മാരല്ലെന്നും അവർ കുന്തിയുടെ മാത്രം പുത്രന്മാരാണെന്നും ദുര്യോധനൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പാണ്ഡവരെ കുന്തിയുടെ മക്കൾ എന്നർത്ഥത്തിൽ കൗന്ദയർ എന്നാണ് ദുര്യോധനൻ എപ്പോഴും വിളിച്ചിരുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ദുര്യോധനൻ്റെ കാഴ്ചപ്പാടുകളാണ്. കുരുവംശത്തെ തകർക്കാൻ ശകുനിയിട്ട പദ്ധതിയിൽ അറിയാതെ വീണുപോകുന്നൊരു കഥാപാത്രമാണ് ദുര്യോധനൻ. അതിൻ്റെ ഭാഗമായാണ് അരക്കില്ലത്തിൽ വെച്ച് കുന്തിയെയും പാണ്ഡവരെയും ഇല്ലായ്മ ചെയ്യാൻ ദുര്യോധനൻ ശ്രമിക്കുന്നതും. ഇടുത്തി പോലെ ദുര്യോധനനെതിരെ വാദിക്കുന്നവർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. എന്നാൽ അവിടെയും നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് മയാസുരൻ്റെ മായാസൃഷ്ടിയിൽ അമ്പരന്ന് പോകുന്ന ദുര്യോധനനെ പാഞ്ചാലിയും പാണ്ഡവരും കണക്കിന് പരിഹസിക്കുന്നുണ്ട്. മാത്രമല്ല, ദുര്യോധനൻ്റെ പ്രിയമിത്രമായ അംഗരാജൻ കർണനെ സ്വയംവരവേദിയിൽ വെച്ച് അപമാനിച്ചവളാണ് ദ്രൗപദി. ആ ദ്രൗപദിയോട് ദുര്യോധനന് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു. ജാതീയതയുടെയും വിവേചനങ്ങളുടെയും കറുത്ത കറ ദ്രൗപദിയുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ് ദുര്യോധനൻ്റെ ചെയ്തികളെ ഞാൻ അവയൊന്നും തെറ്റായിരുന്നില്ല എന്ന് വാദിക്കുന്നതല്ല. ഏത് പരിതസ്ഥിതിയിലും ഒരു സ്ത്രീക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും അവളെ അപമാനിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഹസ്തിനപുരത്തിലായാലും ശരി, മണിപ്പൂരിലായാലും ശരി. ഇനി വിഷയത്തിലേക്ക് മടങ്ങി വരാം. ചൂതുകളിൽ വിജയിക്കുന്ന ദുര്യോധനൻ്റെ ദാസിയായി മാറേണ്ടി വരുന്ന ദ്രൗപദിയുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. എന്നാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ദുര്യോധനൻ അപമര്യാദയായി പെരുമാറിയത് തൻ്റെ ദാസിയോട് മാത്രമാണ്. അതിനെ ന്യായീകരിക്കുന്നില്ല. എങ്കിലും ഒന്നാലോചിച്ച് നോക്കൂ. ദ്രൗപദിക്ക് പകരം മറ്റേതെങ്കിലും ഒരു ദാസിയായ സ്ത്രീയെയാണ് ദുര്യോധനൻ ദുശാസനുമടക്കം അപമാനിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന പാണ്ഡവർ പോലും അതിനെതിരെ പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പുരാണകഥകളിൽ ഇത്തരം അവഹേളനങ്ങൾ നേരിട്ട എത്രയോ സ്ത്രീ കഥാപാത്രങ്ങളെ നാം കണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഈ സന്ദർഭങ്ങളിൽ നീതി ലഭിച്ചിരുന്നോ? ആ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ കൂടി പ്രത്യേകതയാണത്. യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. ദുര്യോധനൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിൻ്റെ പേരിൽ ദുര്യോധനനെ എത്രയേറെ മോശമായി ചിത്രീകരിക്കാൻ കഴിയുമോ, എത്രയേറെ പഴി പറയാൻ പറ്റുമോ അത്രയൊക്കെ പാണ്ഡവപക്ഷത്തെ ന്യായീകരിക്കുന്നവർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്: തൻ്റെ ദാസിയോട് അപമര്യാദയായി പെരുമാറിയ ദുര്യോധനനാണോ, അതോ കള്ളച്ചൂതാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി ചൂതിന് പോയി സ്വന്തം ഭാര്യയെ വരെ പണയം വെച്ച് കളിച്ച യുധിഷ്ഠിരനാണോ ഏറ്റവും വലിയ അധർമ്മി? ഈ ചോദ്യത്തിനുത്തരവും ഞാൻ തന്നെ പറയാം. രണ്ടുപേരും ഒരുപോലെ അധർമ്മികളാണ്. എന്നാൽ പാണ്ഡവപക്ഷത്തെ ന്യായീകരിക്കുന്നവർ പലരും പറയുക ദുര്യോധനൻ വലിയ അധർമ്മി എന്നാകും. യുധിഷ്ഠിരൻ്റെ കാര്യം അവർ പരാമർശിക്കുക പോലുമില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവിടെയും യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി വാഴ്ത്തപ്പെടുന്നിടത്തോളം കാലം പാഞ്ചാലിക്കൊപ്പം മറ്റൊരു തരത്തിൽ ദുര്യോധനനും നീതി അർഹിക്കുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് അഭിമന്യു വധവും. അഭിമന്യുവിനോട് വ്യൂഹം ഭേദിക്കാൻ ആവശ്യപ്പെടുന്നതും ഭേദിച്ചു കഴിഞ്ഞാൽ ഒപ്പം തന്നെ വന്നുകൊള്ളാമെന്ന് പറയുന്നതും യുധിഷ്ഠിരൻ തന്നെയാണ്. ആ വാക്ക് വിശ്വസിച്ചല്ലേ അഭിമന്യു വ്യൂഹത്തിനകത്തേക്ക് പ്രവേശിച്ചത്. എന്നിട്ട് യുധിഷ്ഠിരനോ ഭീമനോ നകുലനോ സഹദേവനോ അഭിമന്യുവിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ കഴിഞ്ഞിരുന്നുവോ? അപ്പോൾ അവരും അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരായിരുന്നില്ലേ? മാത്രമല്ല, ബാലകനെങ്കിലും ഒരു യോദ്ധാവ് സ്വന്തം സൈന്യത്തെ ഭീകരമായി ആക്രമിക്കുമ്പോൾ അവന് പാദസേവയൊരുക്കാൻ ഏതെങ്കിലും രാജാവ് കൽപ്പിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുവോ? അഭിമന്യുവിൻ്റെ പ്രായമാണ് എല്ലായിടത്തും പറയപ്പെടുന്നൊരു കാര്യം. അവിടെയും ഒന്ന് ചോദിക്കട്ടെ, എന്തിനായിരുന്നു യുധിഷ്ഠിരൻ ബാലകനായ അഭിമന്യുവിന് യുദ്ധം ചെയ്യുന്നതിന് അനുവാദം നൽകിയത്? ബാലകനെങ്കിലും തൻ്റെ സൈന്യത്തിന് നേരെ വരുന്നവരെ കൊല്ലാതിരിക്കാൻ കൗരവർക്ക് സാധിക്കില്ല. പക്ഷേ അഭിമന്യുവിനെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി സംരക്ഷിക്കാൻ യുധിഷ്ഠിരന് കഴിയുമായിരുന്നു. എന്നിട്ടും അത് ചെയ്തില്ല. ദുര്യോധനൻ എന്ന പേര് കേൾക്കുമ്പോൾ ക്രൂരനായ ഒരു രാജാവിനെയായിരിക്കും നാം മനസ്സിൽ കാണുക. അതായത് പാണ്ഡവർ കാട്ടിലേക്ക് പോകുന്ന രംഗം ഓർക്കുന്ന പലരും ചിന്തിക്കുന്നത് ബാഹുബലി 2 സിനിമയിൽ ബാഹുബലിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്ന രംഗമായിരിക്കും. ധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായ പാണ്ഡവർ രാജ്യം ഉപേക്ഷിച്ച് പോയതിനു ശേഷം ദുര്യോധനൻ്റെ ദുർഭരണത്തിൽപ്പെട്ട് ആ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ദുര്യോധനൻ. പ്രജകളുടെ കാണപ്പെട്ട ദൈവം. മാവേലി നാടുവാണിടും കാലം എന്ന് നമ്മളൊക്കെ പാടാറില്ലേ? യഥാർത്ഥത്തിൽ ദുര്യോധനൻ്റെ ഭരണം അപ്രകാരമായിരുന്നു. നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായിരുന്നു അയാൾ. പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ സംസ്കൃതത്തിൽ സുയോധനസ്യ രാജനീതി എന്നൊരു പാഠഭാഗം തന്നെ പഠിക്കാനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ മുതൽക്കാണ് ഈ വിഷയത്തിൽ എൻ്റെ തെറ്റിദ്ധാരണ മാറിയതും. മികച്ച യോദ്ധാവ് എന്നൊരർത്ഥം സുയോധൻ എന്ന പേരിനുണ്ട്. സുയോധനൻ എന്ന പേര് ദുര്യോധനൻ്റെ നല്ല ഗുണങ്ങളെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. 2024 നാം ജീവിക്കുമ്പോഴും നമുക്ക് ചുറ്റും ജാതിയുടെയും മതത്തിൻ്റെയും അടക്കം പലവിധ വിവേചനങ്ങളാൽ വ്രണിതരാക്കപ്പെട്ട എത്രയോ പേരെ നമുക്ക് കാണാനാകുന്നുണ്ടെങ്കിൽ ഇതിനും ഒരു യുഗം മുമ്പ് ഇത്തരം ഉച്ചനീചത്വങ്ങളുടെയും ചാതുർവർണ്ണ വ്യവസ്ഥകളുടെയും ഭീകരത എത്രമാത്രമായിരിക്കും. ആ കാലഘട്ടത്തിൽ തന്നെ അവയെയെല്ലാം എതിർക്കാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു കഥാപാത്രമേ പുരാണ ഇതിഹാസങ്ങളിൽ ഉള്ളൂ. അത് ദുര്യോധനനാണ്. ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് സൂതപുത്രനെ ധനുർവിദ്യ പ്രകടിപ്പിക്കാനോ അതിൽ അർജുനനെ വെല്ലുവിളിക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞ് ഏവരും കളിയാക്കി. ഭീഷ്മരുൾപ്പെടെ ആ രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നാം മറക്കരുത്. ഏറെ അപമാനിക്കപ്പെട്ട് നിറഞ്ഞ കണ്ണുകളുമായി പടിയിറങ്ങാനൊരുങ്ങിയ സൂര്യപുത്രനെ ചേർത്ത് പിടിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ദുര്യോധനൻ. സാമർഥ്യവും വൈദഗ്ധ്യവുമാണ് ഒരു യോദ്ധാവിൻ്റെ കുലമെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഏവരെയും സമന്മാരായി കാണുന്ന കാര്യം ചിന്തിക്കാൻ പോലും മറ്റുള്ളവർക്ക് കഴിയാത്ത ആ കാലഘട്ടത്തിലാണ് നിലവിലുള്ള വ്യവസ്ഥിതികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ദുര്യോധനൻ അത്തരമൊരു സാഹസം ചെയ്തത്. ഒരു രാജാവിന് മാത്രമേ അർജുനനെ വെല്ലുവിളിക്കാൻ കഴിയൂ എന്ന് കൃപാചാര്യർ പറയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ സുയോധനൻ പറയുന്നുണ്ട്, ഞാൻ കുരുവംശ രാജകുമാരൻ സുയോധനൻ വിളംബരം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ ഇവൻ ഇനി അംഗരാജാവ്. കർണൻ്റെ കഴിവിനെയും മികവിനെയും അയാൾ മനസ്സിലാക്കി ബഹുമാനിച്ചു. സ്വന്തം സഹോദരന്മാരെക്കാൾ അപ്പോൾ അവനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ തൻ്റെ സഹോദരന്മാരെല്ലാം കൺമുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചപ്പോഴും കരളുവിറയ്ക്കാതെ കാലുറപ്പിച്ച് മണ്ണിൽ ചവിട്ടിക്കൊണ്ട് അയാൾ പൊരുതി. എന്നാൽ പ്രിയമിത്രം കർണൻ വധിക്കപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ ആരെയും കൂസാത്ത ദുര്യോധനൻ വാവിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അത്രമാത്രം അയാൾ അവനെ സ്നേഹിച്ചിരുന്നു. കർണ ദുര്യോധന സൗഹൃദത്തേക്കാൾ മുകളിൽ നിൽക്കുന്നൊരു സൗഹൃദകഥ ഇന്നോളം ഉണ്ടായിട്ടില്ല. അനശ്വരമായ സൗഹൃദത്തിനുടമ മാത്രമല്ല ദുര്യോധനൻ. പാണ്ഡവരും കൗരവരിലെ പലരും ഒന്നിലധികം പേരെ വിവാഹം ചെയ്തപ്പോഴും സുയോധനൻ വിവാഹം കഴിച്ചത് ഒരേ ഒരാളെ മാത്രമാണ്. ദുര്യോധന പത്നിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. എൻ്റെ ഭാര്യയ്ക്ക് അയാൾ നല്ലൊരു ഭർത്താവായിരുന്നു. മഹാഭാരതത്തിലെ യോദ്ധാക്കളിൽ മുൻനിരയിൽ തന്നെ എടുത്തു പറയേണ്ട പേരാണ് ദുര്യോധനൻ്റേത്. കൃപാചാര്യരിൽ നിന്നും ദ്രോണാചാര്യരിൽ നിന്നും ബലരാമനിൽ നിന്നും ദുര്യോധനൻ വിദ്യ അഭ്യസിച്ചിരുന്നു. ഭീമനും ദുര്യോധനനും ബലരാമ ശിഷ്യന്മാരാണെങ്കിലും ദ്രോണന് അർജുനൻ എന്ന പോലെ പ്രിയപ്പെട്ടവനായിരുന്നു ബലരാമന് സുയോധനൻ. അവസാന നിമിഷം സൈന്യമൊന്നടങ്കം നശിച്ച സുയോധനൻ നദിയിലിറങ്ങി ധ്യാനം ചെയ്യുന്നുണ്ട്. പാണ്ഡവരെ ഭയന്ന് ദുര്യോധനൻ നദിയിലൊളിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. അവിടെ വെച്ച് ദുര്യോധനനെ ഏറെ അപഹസിക്കുന്നുണ്ട് പാണ്ഡവർ. അഭിമാനിയായ ദുര്യോധനൻ നദിക്ക് പുറത്തേക്ക് വരുന്നു. പഞ്ചപാണ്ഡവരിൽ നീ തിരഞ്ഞെടുക്കുന്ന ഒരാളോട് നിന്റെ താല്പര്യപ്രകാരം യുദ്ധം ചെയ്യാം. നീ വിജയിച്ചാൽ രാജ്യം നിനക്ക്. ഈ യുദ്ധം നീ ജയിച്ചതായി പ്രഖ്യാപിക്കുമെന്ന് അമിതാവേശത്തിൽ യുധിഷ്ഠിരൻ പറയുമ്പോൾ കൃഷ്ണൻ പോലും യുധിഷ്ഠിരൻ്റെ തീരുമാനത്തെ നിശിതമായി വിമർശിക്കുകയും കോപിക്കുകയും ചെയ്യുന്നുണ്ട്. ദുര്യോധനന് നിസ്സാരമായി യുദ്ധം ജയിക്കാൻ കഴിയുമായിരുന്ന സുവർണ അവസരമായിരുന്നു അത്. ഭീമനൊഴികെ ആരെ തിരഞ്ഞെടുത്താലും വിജയം ദുര്യോധനന് മാത്രമായിരിക്കും. അർജുനൻ അസ്ത്രവിദ്യയിൽ കേമനെങ്കിലും ഗദായുദ്ധത്തിൽ ദുര്യോധനൻ്റെ ഏഴയലത്ത് പോലും എത്താൻ അർജുനന് സാധിക്കില്ല. നകുലനെയും സഹദേവനെയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദുര്യോധനനെ കീഴ്പ്പെടുത്താൻ സാധിക്കും.
യുധിഷ്ഠിരനെ തിരഞ്ഞെടുത്താൽ പോലും നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സുയോധനന് സാധിക്കും. ഭീഷ്മ ദ്രോണാദികളുടെയും അഭിമന്യു ഉൾപ്പെടെയുള്ളവരുടെയും മരണം യുധിഷ്ഠിരൻ്റെ മൂഢത്വം കാരണം വ്യർത്ഥമായി പോകുമെന്ന് കൃഷ്ണൻ പോലും കരുതി. എന്നാൽ നിസാരന്മാരോട് മല്ലിടാൻ സുയോധനന് താല്പര്യമില്ലായിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് കീഴ്പ്പെടുത്താൻ ഏറെ പ്രയാസമുള്ള ഭീമനെ തന്നെ അയാൾ തിരഞ്ഞെടുത്തു. 1000 ആനകളുടെ ശക്തിയൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ അയാൾ യുദ്ധം ചെയ്തു. തനിക്ക് താൻ പോന്ന എതിരാളിയോടാണ് സുയോധനൻ ഏറ്റുമുട്ടിയത്, അതും സ്വന്തം ഇഷ്ടപ്രകാരം. ഇതിൽ നിന്ന് തന്നെ സുയോധനൻ്റെ പോരാട്ട വീര്യം നമുക്ക് മനസ്സിലാക്കാം. ഗദായുദ്ധത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അധർമ്മത്തിലൂടെ തുടയിലേക്ക് പ്രഹരിച്ചാണ് സാക്ഷാൽ ഭീമന് പോലും ദുര്യോധനെ വീഴ്ത്താൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം ദുര്യോധനൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. ഒടുവിൽ വീണ് കിടക്കുമ്പോഴും ദുര്യോധനൻ അവരോടായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രൗഢികളോടും സുഖസൗകര്യങ്ങളോടെയും ജീവിച്ചു. പാണ്ഡവരോ ഭയന്ന് ജീവിക്കാൻ പോലും മറന്ന അവസ്ഥയിൽ ജീവിച്ചു. ഞാൻ എൻ്റെ മരണമെത്തുന്ന ഈ നിമിഷം വരെയും രാജാവാണ്. എളുപ്പത്തിൽ ജയിക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഭീമനോട് ഏറ്റുമുട്ടിയാണ് ഞാൻ വീണിരിക്കുന്നത്. എനിക്ക് ലഭിക്കാൻ പോകുന്നതോ വീരസ്വർഗം. യുധിഷ്ഠിര, നിനക്കെന്താണ് ലഭിച്ചത്? നിനക്ക് ഭരിക്കാൻ വിധവകളുടെ ഒരു മഹാരാജ്യം നിന്നെയും കാത്തിരിക്കുന്നു. എന്തൊരു രാജകീയമായ മരണമാണ് യഥാർത്ഥത്തിൽ സുയോധനൻ്റേത്. ആ വാക്കുകൾ ഓരോന്നും അർത്ഥവത്തായിരുന്നു. പാണ്ഡവരെല്ലാം മരിച്ചു എന്ന വാർത്ത അശ്വത്ഥാമാവിൽ നിന്ന് കേൾക്കുന്നവരെയും ദുര്യോധനൻ മരണത്തിനു മുമ്പിൽ പോലും കീഴടങ്ങിയില്ല. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ അനീതി നേരിട്ട കഥാപാത്രങ്ങളിൽ മുൻപന്തിയിലാണ് ദുര്യോധനൻ. ഭീഷ്മർ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും മനസ്സ് പാണ്ഡവരുടെ കൂടെ ആയിരുന്നു. ഭീഷ്മരുള്ളിടത്തോളം കാലം ദുര്യോധനൻ പരാജയപ്പെടാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഭീഷ്മരുടെ തന്നെ അറിവോടും സമ്മതത്തോടും കൂടെ പാണ്ഡവർ ഭീഷ്മരെ വീഴ്ത്തി എന്ന് പറയുമ്പോൾ ഭീഷ്മരും അധർമ്മം പ്രവർത്തിക്കുകയായിരുന്നില്ലേ? അതായത് കൗരവസേനയുടെ സേനാധിപതി ആയിരിക്കെ പാണ്ഡവരുടെ തന്ത്രങ്ങളെല്ലാം അറിഞ്ഞിട്ടും ദുര്യോധനൻ്റെ പരാജയത്തിനായി ഭീഷ്മർ സ്വയം വീഴുകയല്ലേ ചെയ്യുന്നത്? സൈന്യാധിപനായിരിക്കെ ഭീഷ്മർ ചെയ്യേണ്ടിയിരുന്നത് എല്ലാം അറിയുന്ന നിമിഷം തന്നെ പാണ്ഡവരുടെ പദ്ധതിയെ ചേർക്കാൻ മറുപദ്ധതി തയ്യാറാക്കണമായിരുന്നു. അല്ലാതെ സ്വയം ശരശയ്യ തിരഞ്ഞെടുക്കുമ്പോൾ പാണ്ഡവ പദ്ധതി തടുക്കാനാകുമായിരുന്നിട്ടും അത് തടുക്കാതിരിക്കുമ്പോൾ സ്വന്തം രാജാവിനെ ചതിക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്? ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ദുര്യോധനൻ ഭീഷ്മരേക്കാൾ പ്രാധാന്യം പലപ്പോഴും കർണന് കൊടുത്തിരുന്നത്. ദ്രോണാചാര്യർ യുദ്ധം ചെയ്തത് ദുര്യോധനു വേണ്ടിയായിരുന്നില്ല, സ്വന്തം പുത്രനായ അശ്വത്ഥാമാവിന് വേണ്ടിയായിരുന്നു. അപ്പോഴും പ്രിയ ശിഷ്യൻ അർജുനൻ വിജയിക്കുന്നത് അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു. കർണനും അശ്വത്ഥാമാവും മാത്രമാണ് ദുര്യോധനു വേണ്ടി അവസാനം വരെ യുദ്ധം ചെയ്തവർ. ആ അർത്ഥത്തിൽ കൂടെയുള്ളവർ പോലും ദുര്യോധനൊപ്പമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഗദായുദ്ധത്തിൽ ഭീമനേക്കാൾ മികച്ചവൻ സുയോധനനായിരുന്നു. ഭീമൻ്റെ കായിക ബലം കൊണ്ട് മാത്രമാണ് അവർ തുല്യശക്തികൾ എന്നെങ്കിലും തോന്നിച്ചിരുന്നത്. അവസാന നിമിഷം തുട തകർന്നു കിടക്കുന്ന ദുര്യോധനു വേണ്ടി ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടന്നതായി പറയപ്പെടുന്നു. അധർമ്മത്തിലൂടെ തുടയിൽ അടിച്ചു വീഴ്ത്തിയ ശേഷവും ഭീമൻ സുയോധനൻ്റെ തലയിൽ ചവിട്ടുന്നുണ്ട്, അപഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യുധിഷ്ഠിരനും കൃഷ്ണനും ആ പ്രവൃത്തിയെ തടയുന്നുണ്ട്. ഇത്രയൊക്കെ ബലവാനായിട്ടും 1000 ആനകളുടെ ശക്തി ഉണ്ടായിട്ടും വായുദേവപുത്രനായിട്ടും ദുര്യോധനനെ കീഴ്പ്പെടുത്താൻ നിനക്ക് അധർമ്മം പ്രവർത്തിക്കേണ്ടി വന്നതിൽ ഭൃഗോദരൻ ഭീമസേന, നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രം. മഹാഭാരതം പല വ്യക്തികളുടെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാവുന്ന ഒരു ഇതിഹാസ കാവ്യമാണ്. ഒരേ കഥ തന്നെ പല രീതിയിൽ പറയാം എന്നതുപോലെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ദുര്യോധനപക്ഷം പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ധർമ്മവും അധർമ്മവും ദുര്യോധനന് ബാധകമല്ലാത്തത് അയാൾക്ക് അയാളുടേതായ ശരികളുണ്ടായിരുന്നതുകൊണ്ടാണ്. തൻ്റെ കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും അയാൾ ഉറച്ചു നിന്നു, ഒന്നിനെയും ഭയപ്പെടാതെ. പറയാനേറെയുണ്ടെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് തൽക്കാലം നമുക്ക് നിർത്താം. ദുര്യോധനു വേണ്ടി ആദ്യം പറഞ്ഞ പോലെ ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ട് തന്നെ, ജാതി വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയവൻ, 11 അക്ഷൗഹിണിക്കും നാഥൻ, സൂര്യപുത്രൻ കർണൻ്റെ പ്രിയമിത്രം, മഹാവിഷ്ണുവിനെ കൂടാതെ വൈഷ്ണവയാഗം നടത്തിയ ഒരേ ഒരു മഹാവീരൻ, ധൃതരാഷ്ട്രപുത്രൻ, 100 സഹോദരന്മാരുടെയും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, ഏകപത്നി വ്രതമനുഷ്ഠിച്ചവൻ, വജ്രസമാന ശരീരമുള്ളവൻ, പ്രജകളുടെ കാണപ്പെട്ട ദൈവം, സൗഹൃദം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചവൻ, ബലരാമ ശിഷ്യൻ, വീരയോദ്ധാവ്, ശ്രേഷ്ഠനായ ഗദാധാരി, കൗരവനായകൻ, ഒരേ ഒരു രാജാവ്, ദുര്യോധനൻ.